ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ബിഗ് ബോസിലൊരു പുതിയൊരു ഇത് വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, കൊടുത്താൽ പണി കൊല്ലത്ത് കിട്ടും എന്നുള്ളൊരു ഇത് തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ ജബ്രി കാണിച്ചു കൂട്ടിയതെല്ലാം ഇപ്പോൾ ജിൻഡോയ്ക്ക് ഇതായി. എന്ന് വെച്ചാൽ ജബ്രി പവർ ടീമിലൊക്കെ വന്ന ശേഷം ജിൻഡോയെ വെറും ഒറ്റപ്പെടുത്തി ജിൻഡോനെ ടാർഗറ്റ് ചെയ്ത് പുറത്തിറക്കാനുള്ള ഒരു ഇതായിരുന്നു എല്ലാവരും കൂടെ പ്ലാൻ. ഇപ്പോൾ ജിൻഡോ ക്യാപ്റ്റനായി. ജിൻഡോയ്ക്ക് പറ്റിയ ആൾക്കാരാണ് പവർ ടീമിലും ഉള്ളത്. അപ്പോൾ തന്നെ ജിൻഡോൻ്റെ ഇതാണ് ഇപ്പോൾ ജിൻഡോൻ്റെ കാലം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ജാസ്മിയും ജബ്രിയും ഇപ്പോൾ പഴയതെല്ലാം മിനിഞ്ഞാന്നുള്ള അതൊക്കെ മാറി ഇപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ട്. രണ്ടുപേരും ഭയങ്കര ആക്റ്റീവ് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവാണ്. ഇപ്പോൾ പഴയതിനേക്കാളും ഭയങ്കര ആക്റ്റീവാണ്. അപ്പം ഇവർ രണ്ടുപേരും ഒന്നിച്ചിട്ടുണ്ട്. അപ്പം ജിൻഡോയെ വെറും ഒന്നും അല്ലാതാക്കിയതാണ്. ഇപ്പോൾ പവർ ടീമിലുള്ള വൈൽഡ് കാർഡ് എൻട്രി വരുന്നതിന് മുമ്പുള്ള ആളുകളും ജിൻഡോനെ ഒറ്റപ്പെടുത്തിയവർ തന്നെയാണ്. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പവർ ടീമിലുള്ള എല്ലാവരും, ഇപ്പോൾ പവർ ടീമിലുള്ള ഭൂരിപക്ഷം പേരും ജിൻഡോയെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് കട്ട കുത്തി നിന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇപ്പം ജിൻഡോ ക്യാപ്റ്റനായി. ബാക്കിയുള്ളവർ വൈൽഡ് കാർഡ് എൻട്രി 2-3 പേര് പവർ ടീമിലുണ്ട്. അപ്പോൾ അവരൊക്കെ ജിൻഡോയ്ക്ക് തന്നെയാണ് സപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജാസ്മിൻ ഗബ്രിയും ഇപ്പോൾ എല്ലാവരും കൂടെ വേറെ ഒരു ഇതിലാക്കി. പക്ഷേ ജാസ്മിൻ ഗബ്രിയും ഒറ്റപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. അവർ പറഞ്ഞു ഞങ്ങൾ ഒറ്റപ്പെട്ടു. ഞങ്ങളെങ്ങനെ ഒറ്റപ്പെടും? ജാസ്മിൻ ഉണ്ട്, ഗബ്രി ഉണ്ട്. ജാസ്മിൻ രണ്ടും ഒറ്റപ്പെടില്ലല്ലോ, അവർ ഇരട്ടപ്പെടുകയല്ലേ ചെയ്യുള്ളൂ. അവർ ഒറ്റപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് റസ്മിൻ ഉണ്ട്, അർജുനുണ്ട്, അപ്സരയുണ്ട്. ഇവരും 5 പേരും ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ എങ്ങനെ ഇവർ ഒറ്റപ്പെടേണ്ട യാതൊരു ഇതുമില്ല. പക്ഷേ ജിൻഡോ ആണെങ്കിൽ വെറും ഒറ്റപ്പെട്ടിട്ടായിരുന്നു. എല്ലാവരും കൂടെ ഒന്നിച്ച് ജിൻഡോയെ പുറത്താക്കാനുള്ള പ്രേക്ഷക പിന്തുണ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ജിൻഡോയെ പുറത്താക്കാനുള്ള പലതും അവരിറക്കി. ലൈംഗികാരോപണം ഇറക്കി, അതുപോലെ തന്നെ സ്ത്രീ വിരുദ്ധ, അങ്ങനെ പലതും. അതുപോലെ അടിച്ചു, വാക്കുകൾ ഇതായിട്ട് ദുരുപയോഗം ചെയ്തു, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് പല ഇതും ഇറക്കി. പക്ഷെ ജിൻഡോ അവിടെ പിടിച്ചു നിന്നു. പക്ഷെ ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി വന്നപ്പോൾ ജിൻഡോയ്ക്ക് കുറച്ചൊരു ഇത് വന്നിട്ടുണ്ട്, സപ്പോർട്ട് വന്നപ്പോൾ ജിൻഡോയും കുറച്ചൊന്ന് ആക്റ്റീവായിട്ടുണ്ട്. ജിൻഡോ എന്താണെന്ന് ചോദിച്ചാൽ മോശം ഇതൊന്നും അല്ല, നല്ലൊരു മത്സരാർത്ഥി തന്നെയാണ്. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ജാസ്മിൻ ഗബ്രിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജിൻഡോ നല്ലൊരു മത്സരാർത്ഥി തന്നെയാണ് അവിടെ കാഴ്ചവെക്കുന്നത്. അത് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഇവർക്കാണെങ്കിൽ ജിൻഡോ എങ്ങനെയെങ്കിലുമൊക്കെ പുറത്താക്കണം, അതിനുവേണ്ടി പല ഇതും മെനഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും ജിൻഡോയുടെ കാലഘട്ടം തന്നെയാണ്. ജാസ്മിൻ വന്നിട്ട് ജിൻഡോ അങ്ങനെ ചെയ്തു, ജിൻഡോ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇവരിതൊന്നും വിലക്കെടുക്കുന്നില്ല. ജിൻഡോയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ നിൽക്കുന്നു. ജിൻഡോൻ്റെ ഭാഗത്ത് ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല. ഇവർ എന്താ പറയുക, പവർ റൂമിൽ ആയിരുന്നപ്പോൾ ഭയങ്കര ഇതായിട്ട് തന്നെയാണ് ജിൻഡോയെ ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ജിൻഡോയും പവർ റൂമിലുണ്ട്. ജിൻഡോ പവർ റൂമിലുണ്ടായിട്ടും ഇവരുടെ ഗ്യാങ് എല്ലാം കൂടെ വളഞ്ഞു തിരിഞ്ഞ് ജിൻഡോനെ ഒറ്റപ്പെടുത്തി. ജിൻഡോ പവർ റൂമിൽ ഉണ്ടായിട്ട് പോലും ജിൻഡോയ്ക്ക് യാതൊരു വിലയും ഇല്ലാതെയാണ് റസ്മിനും അർജുന, അപ്സര അങ്ങനെയുള്ളവരെല്ലാം ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര ഒരു തന്നെയാണ്. എന്തായാലും അത് തിരിച്ചു കിട്ടി. എന്തായാലും നമ്മൾ ഇന്ന് കൊടുത്ത് നാളെ നമുക്ക് കിട്ടുന്നുള്ളതെന്ന് പറയുന്നത് യാതൊരു സംശയമില്ല. അപ്പം നമ്മുടെ നല്ലത് കണ്ട നല്ലത് പറയണം, ചീത്ത കണ്ട ചീത്ത പറയണം. എന്തുതന്നെയാണെങ്കിലും ഇപ്പോൾ ജാസ്മിൻ ഗബ്രിയും കാഴ്ചവെക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ളൊരു ഇത് തന്നെയാണ്. അവർക്ക് ചെയ്ത് തന്നെയാണ് അവർക്ക് തിരിച്ചു കിട്ടിയത്, അല്ലാതെ വേറെ ഒന്നുമില്ല. അല്ലാതെ ഇപ്പോൾ ജിൻഡോയെ കടന്ന് ഇതായിട്ട് ഒരു ഇതുമില്ല. ഇപ്പം ജിൻഡോ മാത്രമാണ് അവരുടെ ഇത്. ജിൻഡോനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ജിൻഡോ അത് ചെയ്തു, ജിൻഡോ എന്നെ അങ്ങനെ ചെയ്തു, ജിൻഡോ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ജിൻഡോയ്ക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ജാസ്മിൻ സിബിൻ്റെയൊക്കെ പുറകെ നടന്ന് ഓരോന്ന് ചെയ്യണം. ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ സാഡായിട്ട് ഇരിക്കുന്ന സമയത്ത് ജിൻഡോ എന്തോ പറഞ്ഞപ്പോൾ റസ്മി വന്ന് പറഞ്ഞു 2 ദിവസത്തിന് ജാസ്മിൻ്റെ അടുത്തൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ജാസ്മി ഒതുങ്ങിയിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് എന്തൊക്കെയോ ജാസ്മി ജിൻഡോനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജിൻഡോ പറഞ്ഞു, എൻ്റെ ആ പഴയ സ്വഭാവത്തിനാണ് ഞാൻ നിന്നെ തറയെ വാരി അടിച്ചേനേ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവൾ അതിൽ പിടിച്ച് തൂങ്ങിയിട്ട് തറയെ വാരി അടിക്കും എന്ന് പറഞ്ഞിട്ട് ഇവൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ ഇവരെ റൂമിൽ ലോക്ക് ചെയ്ത സമയത്ത് ഗബ്രി പല മോശം വാക്കുകളും ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ കുനിഞ്ഞു നിന്ന് ഇതാവണം, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വേറൊരു വ്യാഖ്യാനത്തിൽ അവൻ ആക്കി തീർത്തു അത്. അപ്പോൾ അതും തെറ്റ് തന്നെയാണ്. അപ്പോൾ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ
എന്താണ് ജിൻഡോ പറഞ്ഞത് ഇങ്ങനെ ചെയ്തേനേന്ന് പറഞ്ഞു, ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഗബ്ബർ പറഞ്ഞതും തെറ്റാണ്. അപ്പോൾ ജിൻഡോയ്ക്ക് ശിക്ഷ കൊടുക്കണോ എന്ന് പറഞ്ഞിട്ടാണ് ജാസ്മി എന്താണ് ഇവരുടെ പവർ ടീമിൻ്റെ പുറകെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരത് മൈൻഡേ ചെയ്യുന്നില്ല. അവർ അവരുടെ കാര്യങ്ങൾ നോക്കുന്നു. ആട്ടി ഓടിക്കുന്ന പറഞ്ഞ് പാട്ടൊക്കെ പാടിയിട്ട് അവരവരുടേതായിട്ടുള്ള ഇതിൽ പോകുന്നു. അപ്പോൾ പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചു നിന്ന് ഞങ്ങളെ ഒറ്റപ്പെടുത്തിയില്ലേ, അപ്പോഴും ഉണ്ട് ഞങ്ങൾ എന്നുള്ളൊരു ഇതുണ്ടല്ലോ. പക്ഷെ ജിൻഡോയ്ക്ക് ആ ഒരു സ്ഥാനമേ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ജിൻഡോൻ്റെ കാലഘട്ടം തന്നെയാണ് ഈ ഒരു ആഴ്ച. ഇനിയിപ്പോൾ അടുത്തത് പവർ ടീമിൽ ആരൊക്കെ വരുന്നത് എന്താണെന്നൊന്നും അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ജിൻഡോൻ്റെ ഒരു ഇത് തന്നെയാണ്. ജിൻഡോ അത് വന്നതിൽ നല്ലൊരു സന്തോഷമുണ്ട്. ജിൻഡോ ക്യാപ്റ്റൻ ആയതും അതുപോലെ പവർ ടീം നല്ല ആക്റ്റീവായിട്ടുള്ള പവർ ടീം വന്നതിലും നല്ല സന്തോഷമുണ്ട്. ഒരാൾക്ക് മാത്രം ഫേവറിസം കൊടുക്കാതെ എല്ലാവർക്കും ഒന്നിച്ചൊരു ഇത് വേണം. പവർ ടീം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇതാണ്. ഇതെന്തായാലും ഇങ്ങനെ ഒരു ഇത് വന്നതിൽ നല്ല സന്തോഷമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഇന്ന് ചെയ്തത് നാളെ നമുക്ക് കിട്ടുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിൻ്റെ ഉദാഹരണമാണ് ജിൻഡോ. എന്തായാലും ജിൻഡോൻ്റെ കാലമാണ് ഈ ഒരു ആഴ്ച. എന്തായാലും നമുക്ക് ഇനി പുതിയ ഇതിനായിട്ട് കാത്തിരിക്കാം. എന്തായാലും നമുക്ക് ഇനി പുതിയ വീഡിയോസിനായിട്ട് കാത്തിരിക്കാം, എന്തൊക്കെയാണ് ഇനി നടക്കുന്നത് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.